ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു ആ യൂട്യൂബ് ചാനൽ. നമ്മുടെ പാറുക്കുട്ടിയുടെ ഫസ്റ്റ് ട്രിപ്പാണ് ഈ കാണുന്ന. ആ ട്രിപ്പിൻ്റെ പാക്കിംഗ് നമ്മൾ ബേബിക്ക് വേണ്ടിയിട്ടുള്ള എസെൻഷ്യൽ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യുകയാണ്. ആദ്യം അവളുടെ ഡ്രസ്സുകൾ, പിന്നെ അവളുടെ ബർത്ത് ക്ലോത്ത്സ്, മിറ്റൻസ്, സോക്സ്, അങ്ങനെയുള്ള ഐറ്റംസ്, ക്യാപ്സ്, ഇത്രയും സാധനങ്ങൾ ആദ്യം എടുത്തു വെച്ചു. പിന്നെ ഒരു ട്രിപ്പ് പോകുമ്പോൾ അത്യാവശ്യമായിട്ടുള്ള സാധനമാണ് ഡൈപ്പേഴ്സ് എടുത്തു വെച്ചു. പിന്നെ ഇത് ചേഞ്ചിങ് ഈ ചേഞ്ചിങ് മാറ്റ് എന്ന് പറഞ്ഞ് കിട്ടുന്ന സാധനം ഡിസ്പോസിബിൾ, അതും ചേഞ്ച് ചെയ്യാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അതൊക്കെ പെട്ടിക്കാത്ത സാധനങ്ങൾ. ഇത് പാൽക്കുട്ടിക്ക് അവളുടെ കുഞ്ഞീറ്റ കൊടുത്ത ബേബി ബാഗാണ്. ഈ ബേബി ബാഗിൽ പെട്ടെന്ന് എടുക്കാൻ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നമ്മൾ എടുത്തു വയ്ക്കുക. അതായത് ഒരു പെയർ ഓഫ് മിറ്റൻസ്, ഒരു എക്സ്ട്രാ ഡ്രസ്സ്, ഒരു പെയർ സോക്സ്, ഒരു ക്യാപ്പ്, പിന്നെ ക്ലോത്ത് ഡയപ്പർ. കാരണം ട്രാവൽ ചെയ്യുമ്പോൾ കൂടുതൽ ഡയപ്പേഴ്സ് ആണെങ്കിലും ബേബിക്ക് ഡയപ്പർ ഫ്രീ ടൈം കൊടുക്കാൻ വേണ്ടി ക്ലോത്ത് ഡയപ്പറും കൂടി എടുക്കുക. ക്ലോത്ത് ഡയപ്പർ അല്ല, ഇത് നാപ്പിയാണ്. ക്ലോത്ത് ഡയപ്പർ എടുത്താലും മതി. പിന്നെ എക്സ്ട്രാ ആയിട്ടൊരു ഡയപ്പർ എടുത്ത് വയ്ക്കുക. പിന്നെ അത് ഞാൻ രണ്ട് ഡ്രസ്സ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ബേബി വൈപ്സ്. ഞാൻ മദർ സ്പർശം അല്ലെങ്കിൽ ബേബി ഹഗോ ആണ് യൂസ് ചെയ്യാറ്. പിന്നെ ഈ പറഞ്ഞ ചേഞ്ചിങ് മാറ്റ് ഒരെണ്ണം, പെട്ടെന്ന് ഡയപ്പർ ചേഞ്ച് ചെയ്യണമെങ്കിൽ അപ്പോൾ യൂസ് ചെയ്തിട്ട് അത് ഡസ്റ്റ്ബിന്നിൽ നമുക്ക് ത്രൂ ചെയ്ത് കളഞ്ഞാൽ മതി. പിന്നെ ബേബിക്ക് ഗ്യാസ് ഇഷ്യൂ ട്രാവൽ ചെയ്യുമ്പോൾ വരാൻ ചാൻസ് ഉള്ളത് കൊണ്ട് അവളുടെ കോളിമിക്സ്, പിന്നെ വൈറ്റമിൻ ഡ്രോപ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ ദിവസവും 1 വയസ്സ് വരെ കൊടുക്കണം. പിന്നെ സലൈൻ ഡ്രോപ്സ് മൂക്കടഞ്ഞാലോ എന്ന് വിചാരിച്ചിട്ട് ഫുൾ ടൈം ഡയപ്പർ കൂടുതലും വെക്കുന്നത് കാരണം നാപ്പി, ബി ഫോർ നാപ്പി, ഡയപ്പർ ക്രീമും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ഇതിൻ്റെ ഒരു മെഡിസിൻ ഏരിയ ഉണ്ട് ഈ ബാഗിന്. മെഡിസിൻ ഏരിയ അല്ല, ഈ ബാഗിൻ്റെ ഒരു ഏരിയ ഞാൻ മെഡിസിൻ ഏരിയ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഈ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ അതിനകത്ത് എടുത്ത് വെക്കണം. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ കാൽപോൾ ഡ്രോപ്സും കൂടി എടുത്തു. ഞാൻ ഇനി ആദ്യമായിട്ട് ട്രാവൽ ചെയ്യല്ലേ, ചെറിയ വല്ല പനിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരും, മേൽവേദനയോ. കാറിലിരുന്നാണ് നമ്മൾ പോണേ, അപ്പോൾ അത്ര നേരം അവൾ ഇരുന്നിട്ടില്ല. അതുകൊണ്ട് കാൽപോൾ ഡ്രോപ്സും കൂടി നമ്മളെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഐറ്റംസ് നമ്മൾ പാക്ക് ചെയ്തു. എപ്പോഴും എവിടെ പോകുമ്പോഴും കൊച്ചിൻ്റെ ബേസിക് ആയിട്ടുള്ള മെഡിസിൻസ് ക്യാരി ചെയ്യുന്നത് നല്ലതാണ്. അത് ആവശ്യം വരാതിരിക്കട്ടെ എല്ലാവർക്കും. പക്ഷേ എന്നാലും ബെറ്റർ ടു ഹാവ് ആൻഡ് നോട്ട് യൂസ് ദാൻ നീഡ് ആൻഡ് നോട്ട് ഹാവ് എന്നാണല്ലോ. പിന്നെ കുറച്ച് വെള്ള തുണി അവൾക്ക് തുടപ്പിക്കാനും അങ്ങനെയുള്ള പരിപാടിക്കൊക്കെ. പിന്നെ അവളെ റാപ്പ് ചെയ്ത് പിടിക്കാൻ വേണ്ടി അവളുടെ മസ്ലിൻ ക്ലോത്ത് ഞങ്ങൾ എടുത്തിട്ടുണ്ട്. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഒരു കൊച്ചിന് ഇഷ്ടപ്പെട്ട ടോയ്സ്. എല്ലാ പിള്ളേർക്കും കുറച്ച് ഫേവറേറ്റ് ടോയ്സ് കാണുമല്ലോ. എല്ലാ ടോയ്സും തൂക്കിക്കൊണ്ട് പോകാൻ നമുക്ക് പ്രാക്ടിക്കലി പോസിബിൾ അല്ലാത്ത കാര്യമാണ് ഓബ്വിയസ്ലി. പക്ഷേ ഏറ്റവും ഇഷ്ടമുള്ളൊരു 2-3, ഇപ്പോൾ ഈ ഒരു പ്രായത്തിൽ കിൽക്കട്ടൊക്കെയാണ് മെയിൻ. അപ്പം കിൽക്കട്ട അങ്ങനെയുള്ള സാധനങ്ങളും കൂടെ വെച്ചു. ആൻഡ് പാറുക്കുട്ടി ഈസ് ഓൾ സെറ്റ് ആൻഡ് റെഡി ടു ഗോ ടു ഹർ ഫസ്റ്റ് ട്രിപ്പ്.